ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായി കരുതുന്നത് ആരെയാണ്? മംഗൾ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന നായകന്മാരിലൊരാളായ താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേരെന്ത്? രാമചന്ദ്ര പാണ്ഡുരംഗ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് എന്ന്? 1885. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവയ്ക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്തായിരുന്നു? ചൗരി ചൗര സംഭവം. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പട്ടാളം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യൻ നാഷണൽ ആർമി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആര്? സുചേത കൃപലാനി. പഞ്ചാബിലെ സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ്? ലാല ലജ്പത് റായ്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമത്തിന്റെ പേരെന്ത്? ടോൾസ്റ്റോയ് ഫാം. തന്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് രാജ്യത്തെയാണ്? ദക്ഷിണാഫ്രിക്കയെ. ഇന്ത്യൻ ദേശീയ ഗാനം കൂടാതെ രവീന്ദ്രനാഥ് ടാഗോർ മറ്റൊരു രാജ്യത്തിന്റെ ദേശീയ ഗാനം കൂടി രചിച്ചിട്ടുണ്ട്. ഏതു രാജ്യത്തിന്റെ? ബംഗ്ലാദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡുകളുള്ളത് ആരുടെ പേരിലാണ്? മഹാത്മാഗാന്ധിയുടെ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച എത്ര പട്ടാളക്കാരുടെ പേരുകൾ ഇന്ത്യ ഗേറ്റിൽ കൊത്തിവച്ചിട്ടുണ്ട്? 13,516. ഗാന്ധിജിയെക്കുറിച്ച് എന്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആര്? മഹാകവി വള്ളത്തോൾ. മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട ഒരു ദുരന്ത സംഭവം ഏത്? വാഗൺ ട്രാജഡി. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതാണ്? 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈനിക ബഹുമതി ഏതാണ്? പരംവീർ ചക്ര. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഗാന്ധിജി ബംഗാളിലെ ഒരു ഗ്രാമത്തിൽ വർഗീയ കലാപം തടയാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഏതാണ് ആ ഗ്രാമം? നവഖാലി. ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായ വർഷം ഏത്? 1911. ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ചത് ഏത് വർഷം? 1972. ഭാരതീയ റിസർവ് ബാങ്ക് നിലവിൽ വന്നത് ഏത് വർഷം? 1935. നമ്മുടെ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 5 പ്രാവശ്യം. നാവിക കലാപം നടന്നതെന്ന്? 1946. സുഭാഷ് ചന്ദ്രബോസ് INA സ്ഥാപിച്ചത് എവിടെ വച്ചാണ്? സിംഗപ്പൂർ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 26. 2 തവണ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി ആര്? VK കൃഷ്ണമേനോൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിരുന്നത് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? മൊറാർജി ദേശായി. ഭാരതരത്നം ലഭിച്ച ആദ്യ വിദേശി ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പാടിയ ഇന്ത്യൻ സംഗീതജ്ഞ ആരാണ്? MS സുബ്ബലക്ഷ്മി. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇപ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യ ഗേറ്റ്. നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്നുണ്ടായിരുന്ന ഏക വനിതാ അംഗം ആരായിരുന്നു? ആനി മസ്ക്രീൻ. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് അറ്റ്ലി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആര്?
മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ആരുടെ പേരിലാണ്? GB പന്ത്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് എവിടെ നിന്ന്? നാസിക്. ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആര്? ഡൽഹൌസി. ഇന്ത്യ ഡിവൈഡഡ് എന്നത് ആരുടെ കൃതിയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി കാമ. ഇന്ത്യയിൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസി ഏത്? സർവേ ഓഫ് ഇന്ത്യ. എല്ലാ വർഷവും ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കുന്നത് എന്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക്. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? റാഡ്ക്ലിഫ് ലൈൻ. സ്വന്തമായി പതാകയുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏത്? ജമ്മു കാശ്മീർ. മത്സര പരീക്ഷകളിലെ ഉന്നത വിജയത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം പുതിയ ടോപ്പിക്കുകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തൂ.